തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. എത്ര പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമഃ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ. സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപതേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശപ്രഭം രാമം. കരസാരസയുഗ സുധൃത ശരചാപം കരുണാകരം കാളജലദഭാസം രാമം. ജനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലരത്നകുണ്ടലാഞ്ജിതഗണ്ഡം കമലദളലോല വിമല വിലോചനം കമലോദ്ഭവനതം മനസാരാമമീഡേ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാകുമഹല്യദാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി. ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു. അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയം അഖിലജഗൽ സൃഷ്ടിസ്ഥിതിസംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം.
महितकटाक्षवीक्षपितामरशुचं रहितावधिसुखमिन्दिरामनोहरम् श्यामलं जडामकुडोज्ज्वलं चापशरकोमलकराम्बुजं प्रणतोऽस्म्यहं रामम् भुवनकमनीयरूपमीडितं शतरविभासुरमभीष्टप्रदं शरणदं सुरपादपमूलरचितनिलयनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामम् भवकाननदवदहननामधेयं भवपङ्कज भवमुखदैवतं देवं दनुजपतिकोटिसहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामम् भवभावनाहरं भगवत्स्वरूपिणं भवभीविरहितं मुनिसेवितं परं भवसागरतरणां कृपोदकं नित्यं भवनाशायानिशं प्रणतोऽस्म्यहं रामम् गिरिशगिरिसुता हृदयाम्बुजावासं गिरिनायकधरं गिरिपक्षारिसेव्यं सुरसञ्जयदनुजेन्द्रसेवितपादं सुरपमणिनिभं प्रणतोऽस्म्यहं रामम् परदारार्थपरिवर्जितमनीषिणा परपूरुषगुणभूतिसन्तुष्टात्मना परलोकैकहितनिरतात्मनां सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामम् स्मितसुन्दरविकसितवक्त्राम्भोरुहं स्मृतिगोचरमसिताम्बुदकळेबरं सितपङ्कजचारुनयनं रघुवरं क्षितिनन्दिनीवरं प्रणतोऽस्म्यहं रामम् जलपात्रौखस्थितरविमण्डलं पोले सकलचराचरजन्तुक्കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം परमं परापरं प्रणतोऽस्म्यहं रामम् विधिमाधव शम्भुरूपभेदेन गुणत्रितयविराजितं केवलं विराजन्तं त्रिदशमुनिजनस्तुतमव्यक्तमजं क्षितिजामनोहरं प्रणतोऽस्म्यहं रामम् मन्मथशतकोटिसुन्दरकळेबरं जन्मनाशादिहीनं चिन्मयं जगन्मयं निर्मलं धर्मकर्माधारमप्यखण्डं
പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി, അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോഃ പരം. ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര. നിന്നെപ്പോലെ മൽപരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠനങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ. നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേലുല്ലംഘിതേബ്ധൗ പവനാത്മജന്മനാ ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം. ജനകനരപതി ദുഹിതൃവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും. തദനു കപികുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ. ഉദിതരവികിരണരുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ ദശവദന മണിനിലയമായിരിക്കും മമ ദേവിയിരിപ്പേടമെന്നോർത്തു മാരുതി. കനകമണി നികര വിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിനാൻ. ഉടമയൊടു മസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനമും അമൃത സമസലിലയുതവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധൗ ദിക്പാലമന്ദിരം ധികൃതമായി വരും. കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ കുസുമജയ സുരഭിയോടു പവന നദി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ. ഉപവനവും ഒരു തരതരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശിപാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി
മൈഥിലിതാൻ കൃശഗാത്രിയായെത്രയും ഭയവിവശമവനിയിലുരുണ്ടും സദാ ഹൃദി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം നയനജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിലഴലൊടുമരുവുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടപിവര ശിരസി നിബിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീടിന ദിവസകരകുലപതി രഘൂത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കപിവരൻ കമലമകളഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ദിവസകരകുലപതി രഘൂത്തമൻ കാര്യവും ദീനതയെന്നിയേ സാധിച്ചിരുന്നു ഞാൻ. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെയെന്നറിഞ്ഞീലഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാനാകാശദേശാൽ പ്രഭാകരസന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്നരുൾ ചെയ്താനഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോഴിവിടേക്കു വന്നിതു ഞാനെടോ താപത്രയവും വിഷാദവും തീർന്നു പോമാപത്തു മറ്റുള്ളവയുമകന്നു പോ ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസ്സു സൽകീർത്തിവർദ്ധനം നിത്യമാദിത്യഹൃദയമാം മന്ത്രമിതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കെടോ ദേവാസുരോരഗചാരണ കിന്നര താപസഗുഹ്യകയക്ഷരക്ഷോ ഭൂത കിം പുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീമഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതിവൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരിവൃന്ദവും വാ
മാസർത്തു സംവത്സരകൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ, വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ. പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ത്വഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കരനീശ്വരൻ സാക്ഷി സവിതാ സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണദൻ ലോകശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ. ഭാനുഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വനർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കനരുണനനന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണുവികർത്തനൻ മാർത്താണ്ഡനം ശുമാനുഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഖദ്യോതനുദ്യോതനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണി ദിനമണി പുണ്ടരീക പ്രബോധപ്രദനര്യമാ ദ്വാദശാത്മാ പരമാത്മാ പരാപരനാദിതേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാവിന്ദുനാദാത്മകൻ നാരദാദിനിഷേവിതൻ ജ്ഞാനസ്വരൂപനജ്ഞാനവിനാശനൻ ധ്യാനിച്ചുകൊള്ളുക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. സന്താപനാശകരായ നമോ നമഃ. അന്ധകാരാന്ധകരായ നമോ നമഃ. ചിന്താമണേ ചിദാനന്ദായ തേ നമഃ. നീഹാരനാശകരായ നമോ നമോ. മോഹവിനാശകരായ നമോ നമഃ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ.
जङ्गमाचार्याय ते नमो देवाय विश्वैकसाक्षिणे ते नमः सत्त्वप्रधानाय तत्त्वाय ते नमः सत्यस्वरूपाय नित्यं नमो नमः इत्थमादित्यहृदयं जपिच्चुनी शत्रुक्षयं वरुत्तीडुक सत्वरम् अध्यात्मरामायणमिदमित्रयुमत्युत्तमोत्तमम् मृत्युञ्जयप्रोक्तम् अध्ययनं चेकिल् मर्त्यनज्जन्मना मुक्तिसिद्धिक्युमतिनिल्ल संशयम् So I'd just like to say one memory I had with Amachi. It was actually really recent. It was late December last year. Some of our family friends from Kentucky came, and I had taken them to go see Amachi in rehab. And that was a pretty funny time. Amachi was like watching this random dinosaur show on the TV. And me and Daksha, she was one of the friends, she was like, Amachi is watching dinosaur shows? What's going on? We asked her and she was like, Mone, eniki channel change cheyan. So me and Daksha were like, okay. We go get the remote and we're just like clicking it. Nothing's happening. We're like, what's going on? We're all just like, we're moving around the room, just clicking it. And she's just watching us like smiling and laughing like, what type of buttons are these guys? So watching us click the remote, and then finally Daksha somehow manages to find like the sweet spot and gets it to go. She gets it to like 90% to where it needs to be because she wanted to watch CNN. So we keep going, and then we finally get it to CNN after I got it last. And Amaji was just like, finally, now go to Manorma Tarama, Pornat. So I did go and show her that. And it was just funny just to be there and watch her and listen to everything. She was, even though she just went through like a hard, like really bad fall and things, normally people would be a little bit like negative or something like that. But she was really positive. Even in the rehab, she was just like, food ticket to even when I told her, oh, do you want food or something? I'll bring everything. She was like, no. And it was just great. She was just so positive, and it was just like one of the moments that I saw. And I gained so much respect for her, and she was just like, it was just great to see. Thank you for letting me share this.
Thank you all. I get very emotional. Anything on the TV that's bad, I don't watch. So this is a very emotional moment for me. You all know her as Amma, beloved, or Ammachi. The first time I saw her was when I signed up for the Gama Thiruvadra, and that time my first son was just, I think, 4 years old. We went to Anu's house for dance practice. So that's the first time I met Amma, right? Ever since, she's always been there. She's been the constant. Irrespective of whatever occasion it was, she always made it, and she was part of us. She was always like the silent observer and still participates in it. And she would always ask, how you doing? And, kids. She was all the time she had to know that her kids are doing fine. Any event you go to, she'll ask you, did you eat? Did the kids eat? And the kids included her son too. She always wanted to know where is Anu and how's Anu doing. She will call multiple times, whether it is to Anu or to the kids, just to know how they all are doing. Amma is strong, the way I perceive her as a very strong person, totally independent till the last. That's what she wanted, right? She didn't want to be of any trouble to anyone. She wanted to give you the least cause of concern to. And she tried her best, even when she was not feeling well. If she wanted to come, she will push herself and she will come and she will be there. I remember Anu's 50th birthday event. It was planned as a surprise, of course. And Amma is very good in keeping a surprise, more than anyone else, because she wanted the other person to enjoy it a lot. And when I was pregnant with my second child, I think Amma made inji curry, right? And Bindu got it for me. So this is a small way she showed her. She wouldn't say. She would never tell you much with a lot of words, but she always expressed in her actions by being there and being part of all of your family occasions and everything. So for that, I'm very thankful with my own parents being so far. There was some kind of a parental figure that I could have here. And in that way, I'm thankful to Bindu and Anu for opening and embracing every family as their own and opening their hearts and their doors to everyone, and that included Amma. So I'm very thankful to know Amma, and I wish her journey, the next part of her journey, all the best. I'm sure she's in great peace and in a better place now, and she's left a lot of sweet memory for all of us. Thank you. ഞങ്ങൾ ന്യൂജേഴ്സിയിൽ നിന്നാണ്. രാജമ്മ ആൻറ്റിയുടെ ഷൈനി, ഇത് എൻ്റെ നാത്തൂന് ഹസ്ബൻഡ് ജിജി. ഞങ്ങളുടെ അമ്മയെന്ന് പറയാം. അല്ലെങ്കിൽ രാജമ്മ ആൻറ്റിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. ഈ 3 ബെസ്റ്റ് ഫ്രണ്ട്സ്, മോനിക്ക ആൻറ്റി, ശാന്തമ്മ ആൻറ്റി, രാജമ്മ ആൻറ്റി, കേരളത്തിൽ ഒന്നിച്ച് ജോലി ചെയ്ത് അമേരിക്കയിലേക്ക് ഒന്നിച്ച് വന്ന് ഒരേ അപ്പാർട്ട്മെൻറ്റിൽ ഒരേ ഹൗസിൽ ഒന്നിച്ച് താമസിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ച് ഒന്നിച്ച് വളർന്ന 3 ബെസ്റ്റ് ഫ്രണ്ട്സ്. ആ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ മക്കളാണ് ഞങ്ങൾ. അതിൽ നിന്ന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് സീനയുടെ മമ്മി 12 വർഷം മുമ്പ് മരിച്ചുപോയി. പിന്നെ മോനിക്ക ആൻറ്റി, രാജമ്മ ആൻറ്റി, മോനിക്ക ആൻറ്റിയുടെ മരുമോള്, മോളെ, ഹസ്ബൻഡ്, മോന്, ഇവർ രണ്ടുപേരും ഏകദേശം 55 വർഷത്തെ പരിചയമുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവരൊന്നിച്ച് വിളിക്കും. ഒരു ദിവസം വിളി കേട്ടില്ലെങ്കിൽ നീ എന്താടി എന്നെ വിളിക്കാന്ന് അന്നേരം പറയും ഞാൻ പള്ളിയിൽ പോയി, അല്ലെങ്കിൽ നിനക്ക് എന്നെ വിളിച്ചു പള്ളിയിൽ പോയാൽ പോരെ. എല്ലാ ദിവസവും വിളിക്കാത്ത ദിവസങ്ങളില്ല. ഒന്നിച്ച് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും, തമ്മിൽ കാര്യങ്ങൾ പങ്കുവെക്കും. ചിലപ്പം രാഷ്ട്രീയമായിരിക്കും. ഞാൻ ചിലപ്പം കേൾക്കാറുള്ളത് ന്യൂസിലെ രാഷ്ട്രീയക്കാരുടെ കാര്യവും രാഷ്ട്രീയക്കാരത് ചെയ്തതും രാഷ്ട്രീയം സംസാരിക്കും. പിന്നെ ആ രാഷ്ട്രീയം കയറി വീട്ടിലെ കാര്യങ്ങളായി, പ്രാരാബ്ദങ്ങളായി, സഹകരണങ്ങളായി, പിന്നെ പഴയ കാര്യങ്ങളെ ഓർമ്മകളായി. അങ്ങനെ ഒന്നിച്ച് ജീവിച്ച്
ഒന്നിച്ച് വളർന്ന 3 പേരിൽ 2 പേര് നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ മമ്മിക്ക് വേണ്ടിയാണ്. മോനിക്ക എന്ന് പറഞ്ഞ ഞങ്ങളുടെ മമ്മിക്ക് വേണ്ടിയാണ്. മമ്മിയെ റെപ്രസെൻറ്റ് ചെയ്താണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. മമ്മിക്ക് വലിയ ആഗ്രഹമായിരുന്നു രാജമ്മേൻ്റെക്ക് സുഖമില്ലാതായിരുന്നപ്പോൾ ഒന്ന് വന്ന് കാണണമെന്ന്. കഴിഞ്ഞ മാസം ഒന്നിച്ച് വന്ന് കണ്ട്, ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്ത്, ഒന്നിച്ച് ഒരുപോലെ ഇരുന്ന് കഴിച്ച്, അങ്ങനെ അവരുടെ ആ പുതിയ പഴയ ബന്ധങ്ങൾ ഒന്നിച്ചൊന്ന് പുതുക്കുവാൻ കഴിഞ്ഞ മാസം മമ്മിക്ക് സാധിച്ചു. പക്ഷേ ഇന്നത്തെ ദിവസം മമ്മിക്ക് വരാൻ സാധിക്കാഞ്ഞതില്ല. മമ്മിക്ക് ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയില്ല. മമ്മിയെ റെപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങളിവിടെ നിൽക്കുന്നു. രാജമാൻ്റിയോടുള്ള ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് അത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ വന്ന് സ്വീകരിച്ചപ്പോൾ എന്നോട് പറയാണ്, മൂന്ന് അമ്മമാർ, എൻ്റെ അമ്മായിമ്മ, ഇവിടെ മമ്മി, രാജമ്മയാൻ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ 3 അമ്മായിമ്മമാരാണ് നിനക്കുള്ളത്. ഈ 3 അമ്മായിമ്മമാരെ നീ നോക്കണം. അങ്ങനെ ഒന്നിച്ച് ഒരേ കുടുംബത്തിൽ ഒരുപോലെ സഹകരിച്ച് വന്ന ആ 3 കൂട്ടുകാരിൽ 2 പേരും കൊഴിഞ്ഞുപോയി. ഇനി നിൽക്കുന്നത് ഞങ്ങളുടെ മമ്മി മാത്രമാണ്. രാജമ്മയാൻ്റി, വി മിസ് യു. വി ലവ് യു സോ മച്ച്. I just want to say the same thing. We moved to U.S. in the Mommy came in 1982, had an apartment in Manhattan, and then she brought her family over the next year. So we came in 83, and then soon after, Sina's mummy, Sarame Andy, and Rajamma Andy came without their family first. So I grew up with the 2 aunties. We had a 1-bedroom apartment. So Papa and Mommy would sleep in the bedroom, and we had the living room and 1 bed with 2 aunties and me. I slept in the middle of the 2 aunties for more than a year. They were there to support me in a new country, getting to know the culture, the people, not having too many friends. They were my friends. They were my mothers. So then they brought their family, so I met Anu and Sina, and we've been together as a family since then. But the 3 ladies, they knew each other from back home. They worked together for many years, and so they kept that friendship going strong. And now it's our turn. We are keeping that tradition going. This is my family sitting here. So, like my sister-in-law said, this 2 of the moms have left us now, and my mom is still alive. So I just want to say thank you for all these years of love and support. I'm gonna miss you. Love you. Today I find myself weaving words from strands of memories of my Ramichi. Hi, I'm Sina. Ramichi was one of my mom's best friends. It was 3 together, who we call our golden girls. Their friendship started when they started working together in the late 60s. My mom passed away in 2012. Then there was 2. Ramichi and Monikandi. Ramichi and Monikandi stepped in to fill the void that I felt the best way they can. A mother's love is unconditional, a shoulder to cry on, an infinite wealth of advice. She would call me every day just to hear my voice, or maybe just to hear her, or she just missed her friend. Ramichi was a seasoned gardener of human spirits, nurturing and fostering confidence with her words of wisdom, encouragement,
She embraced the joys and sorrows with equal grace, teaching me importance of living in the moment, cherishing the beauty of every day. She always said, God knows everything. Pray. He hears you. She said, build relationship with love and understanding. No words can express how deeply I will miss her. Thank you, Damichi, for the moments of joy, the lessons of life, the love that knew no bonds. On behalf of my family, my dad, Kunyimon, my husband, Shine, my 2 children, Mark and Maya, I want to express our deepest sorrow. You will truly be missed. Rest in peace until we meet again. I love you, Amachi. Good evening, everyone. My name is Geeta. Anwar and I are good friends, childhood friends. And I want to thank you for sharing your Amma with me. Amma was a maternal figure, a parent, a guide for me in a time of my life where I didn't have any of those. And I'm so grateful for the experiences I've had with her. Sorry. She was very influential in my youth. In my career choices, and many of the things that I did. I'm gonna miss her more than Jor. I have immense respect for Amma, and I'm really gonna miss her.
What do you call the magma boys up here? Please stand up. Manoj, Roy. Pallu is already saying what's up with these guys, right? Well, it's where the rest of the guys. Binoy? Come in, man. Shaji. Where's Shaji? Yeah. Come on. Shower. Yeah, do want to take time out of this study. Oh, right. Come in, Anu, if you want to join us. Yeah, Anu is a founding member of the so-called Magma Boys. So, again, not a prepared speech. I wanted to quickly write down a couple of words, key words, as you say. But then started it, but then realized, you know what, I can't read without my glasses, so it's going to be pointless. So, having said that, she was Ammachi to all of us. We've heard stories of her bravado when she initially came to the U.S. With a young boy who's turned out to be our friend Anu. How she struggled, never gave up, how she raised a police officer at the end of it, but he had many roles before that. How attached she was to her grandkids, and Bindu too had so many stories about her, and we always heard that in our parties. What we got from that was, or saw in that was a lady of resilience, lady of strength, and we also saw our parents, our Amma and Ammachis through her. We hope that we know that she had a wonderful life, and especially filled with coffee that Anu dutifully brought her every day, right? So not Starbucks, Dunkin' Donuts is going to miss her too, right? Yeah. So, like I said, I'm stumbling, but thank you for all the love that you gave us all, Ammachi, without reservation, and thank you for being there as our Ammachi. Thank you. I think my wife Hema, she echoed most of my feelings, but I think one thing, since 2007 I know Anu and the family, and I think I'm so grateful because my parents are not here, but to me Ammachi was my mom. One thing Anu, I'm going to miss a lot. We done road trips, and I always she used to call, Ethio, like wherever we go. She was so caring and always looking out for us. I mean, definitely we're going to miss that. But yeah, rest in peace, Ammachi. We'll miss you. ഒരു സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നാ പറയേണ്ടത്. പക്ഷേ we know Ammachi through Anu and family, and the Ammachi's quality you can see in their family too. So when we were going through this, they were going through the Ammachi's last few weeks of life. One day, Anu was with us, and then he said one thing. We all have mother, and we are living with them. Some of them are away from them. But one thing, rather strikingly, what he said is, I could live my entire life with my Amma. So he was with Amma all the time,
and we are all grateful to have her in our lives too. So rest in peace, Amma. I just have to say the same things. Like, she was the Ammachi for us. A very, very strong woman, as we all knew. For Mother's Day celebration or Vishu or Onam or anything, she was always with us, and we're going to miss that for sure. But rest in peace, Ammachi, and we'll always miss you. Anyone else? Thank you. Loyalty, empathy, and dedication. I met Anu's mother one time, very briefly, for a very short period of time. And so a lot of you are like, well, then why are you up here speaking? It's because I know Anu. And as parents, I have 4 kids myself. The one thing we want is our children to embody everything. We put everything into our children. We do everything for our children because we want them to succeed. We want them to be better than us. Loyalty, dedication, and empathy. I've known Anu for several years now. He embodies all of that. I have never met someone that was so loyal, that is so dedicated to himself, his cause, and his family, and who feels complete empathy for everyone and everything. And so I'm here because Anu, I love you, and I am so sorry that you've had to go through this. But I know your mother is proud of you. I know that she loves you more than anything, and that she is in a place where she is looking down on you and will always be with you. Hi everyone, my name is Gopika. I first met Ammachi 14 years ago when we moved to Atlanta. I've known her for most of my life, and whenever I saw her, without fail, and ask about all the important things going on in my life, like college. She always talked with love and compassion and treated all of us like her own grandchildren, and for that I'm always appreciated. Thank you so much for the love you've given us for over the years. Thank you. I'm back. I wanted to say a few words of my own.
So, like my sister just said, we've known Amachi for most of our lives since we moved here in 2010. And as far as I can remember, like Amachi has always been there at all of our events, and she was everyone's grandmother. So thank you to Avi and Pallavi for sharing your grandmother with us. Because for most of us, like our grandmothers and grandparents in general are not close, and so she was always our grandmother here. And whenever I'd go and find her to say hello at parties, I would get a kiss on my cheek, and she would hold my hand so tightly when she would ask how I was, how school was going. She'd always want to know all the happenings that's going on in my life. She'd always make sure that everyone ate food, everyone was okay. She'd be quietly sitting there watching everyone, making sure everyone was being taken care of, because that's who she was. I'll miss her presence at all of our family events, but I know that she'll be watching over us all in a new way now and forever. Hello, my name is Shruti, and I've known Amachi for a bit. And every time I talked to her, she would always talk with such love and affection, and it would brighten up all of our days. She would always treat us like her own grandchildren. She would always just make sure that you would be okay, you were well fed, she would all just make sure that you were doing well in any situation, in any event. She would always also ask, how are you? As both of them said, how are you? Just know what's happening in your life, which was very sweet. It just showed how loving and caring she was, and I know all of us appreciated it very dearly. Especially after losing both of my grandmothers, it was really nice to have a grandmother figure such as herself here in America. Her memories and love are in all of our hearts, and I hope she is at peace now. Thank you.
feel like I should know. Want to sit down? My Amachi was the first one to always make sure I was fed, or if I studied for a test. She always just had to make sure I was fed first. On the first day of school every single year, she gave me $20 and an almond joy. And in the morning, before getting on the bus, and on the bus ride to school, I would eat the almond joy. And when I'd come back from school, she'd always ask me if I was hungry. And if I said yes, we would both share a bag of chips until my dad or mom came home and gave us real food. Every night and every morning, my sister and I went to her room to pray and say good morning or good night. It was always nice to get a good night kiss from her every single night. And whenever my sister and I fought, I'd run straight to Amaji, and she would always tell my sister to stop, even if she didn't even do anything. She always took my side. She always helped in every single situation. I'll always miss her. I love you, Amaji. Hello. First off, I want to say that it's amazing to see how many familiar faces that Amachi's brought here today. Me and my family have appreciated all the help that everyone has offered us in these trying times, and it's all because Amachi wasn't just our Amachi, but everyone's Amachi. Amachi has a special place in all of our hearts. She was an extraordinary woman. She was strong, and she would always be someone that I admire. She loved her children and our grandchildren very deeply, and she'll never let us forget it. Amachi was the only person that I'd have to call as soon as I reached my college apartment, and if I was shy a minute late, she had already sent out Amber Alerts for me. She would never ask for help, and even if she was hungry, she would ask me if I was hungry first, so then I could give her food while I'm eating food too. Sometimes I feel like if I wasn't there, Amachi's heart wasn't whole. I'm sure it was hard for her when I had left for school. It was hard to the point where asking for permission from my parents wasn't the issue to stay for the weekend. It was asking Amachi if I could stay for the weekend. That was the problem. Every night, we'd end with hugs and ummas, and she never failed to call to say goodnight when I was away. And as she grew older, I didn't know what to gift her for her birthdays and Christmas, because what do you gift an 80-year-old woman who sits at home and watches TV serials all day and calls up people on schedule? Eventually, the sweaters and the shawls were starting to feel a little too repetitive, so I started going for things like lamps and laundry baskets, and I felt like that was a lot more appreciated by her. You all wouldn't get it. It was just like an hour thing. I was Amachi's right-hand man. I tended to her, all her needs, all the way till she passed, and I wouldn't take a single moment back. Even though we knew her time was coming and it was near, it was never enough. I'll be looking for her through every bloom flower that I see and the red robins that perch on our porch. And I'm so proud to be Amachi's first grandchild and to have her as my Amachi. So, on behalf of Gamma Executive 2024 Committee, I'll express my sincere, heartfelt condolences to Anu and his family. You all know Anu has been a very active Gamma in the Gamma community. He's been the secretary, president, and POD chairman. So, I just want to express that on behalf of Gamma. Is there anyone else who wants to speak?
Good evening, my dearest and nearest. Many of you know Rajamma Chechi as Anu Sukumar's mother, but I know Anu as Rajamma Chechi's son. We used to have a store in New York, and Anu's mother, that's Rajamma Chechi, and her husband, Sukumaran, they used to come to our store almost every week. And they rent a lot of movies, maybe 10 or more every week. And they were so fond of the movies. And we had almost 900 plus Malayalam movies there. And they must have seen all of them. At that time, Anu was a small boy. So he used to come with the parents or sometimes with Sukumaran, Mr. Sukumaran. And then in early 20s, they moved back to Atlanta, and I came here in 2006. In 2011, when we were forming the GAMA, Greater Atlanta Malayali Association Committee, then Biju Turutmalil introduced me to him. Then he walked to me and asked, "Do you know me?" I said, "I don't remember." "You used to have a store in Bronx, New York." "Yeah." "Do you know one Sukumaran?" "Yeah. I'm his son." So then I was amazed. That guy became a big police officer. And Biju said, "Yeah, he's a police officer." My gosh. Then I thought, I was happy that if I get a ticket or something, I can go to him. Then he said, no, that's not the way. Anyway, then that GAMA committee, after forming the committee, we had that year passed, then we become a family. A family is not like just once in a while. Every month, we used to have a get-together. And myself, my wife is somewhere here. She was here. Oh, yeah. She's here. And Saji, where is Saji? Dr. Arun, and his wife, Georgina, Rajiv, and anyone else? I think that's it. Yeah. Kochimon and Sindhu. Plus Roy and Jocelyn. So these were like a family. Every other month we get together. And until the pandemic, the COVID came, we always had that family together. And then we used to call each other, "Hey, listen, why we don't have a meeting?" The kids started complaining, why we not seeing each other. Every time we have this meeting, Rajamma Chechi asks the first question, "How is the children?" That's her concern, all the time. And then we chat. So it was a time that for her to go, but I think last few weeks, her health condition was getting worse. And on Friday night, I think around 8:40, Anu sent a text message to our family group. He said, "My Amma is gone, and the Amma boy." That was so touching. But I did not see that until early morning around 1:30, because I went to bed early because I was not feeling well on Friday night. And around 1:30, I saw this message. We were expecting it, but that was not an easy thing. Then I texted him back saying that the strongest, the warmest, and the most comfortable link is broken. I know she's resting in peace, but not for everyone else. For him and others who knew her, it is not that easy to take it. So we miss you, and we're sorry to hear that. I know we are all with you. Thank you for the time. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മരണം. ഒരിക്കൽ ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ്. ഏകദേശം 35 കൊല്ലത്തോളം ആതുരം സേവനം ചെയ്ത ഈ മാതാവ്
തീർച്ചയായും നമ്മുടെ സമൂഹത്തിനും ഈ കുടുംബത്തിനും ഒരു മാതൃക തന്നെയായിരുന്നു. ദുഃഖത്തിലാഴ്ന്നിരിക്കുന്ന കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ അറ്റ്ലാന്റ മെട്രോ മലയാളി അസോസിയേഷൻ, അമ്മ അസോസിയേഷൻ്റെ അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിർത്തുന്നു. Anu, there was a few thoughts in my mind to say, but I was afraid I would choke because I have a mother the same age, almost exactly the same age in India. But actually, George Ayton's few giggles helped probably to unchoke my emotions. You are very fortunate, Anu, that you got a chance to live with a mother all through your life. Unfortunately, a fortune that I do not have. So I envy you for that. My mother was here for a few months and they met. And what was special for me is that every time after that, when I met Amma, Anu's Amma, she has never forgotten to ask about my mother. And that is one of the reasons I'm actually already choking. God bless all of you. You've been lucky. Pallavi, me and Bindu, you're lucky that you had your Mother Amma's blessings throughout your time here. God bless. ഗുഡ് ഈവനിങ് എവരിബഡി. അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അനു, ബിന്ദു, പല്ലവി, ആവണി, ഞങ്ങൾ 2011 ഗാമയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്ന ആൾക്കാരാണ്. ഞാൻ ബിജു തുരുത്തുമാലിൽ പ്രസിഡൻറ്റ്, അനു സുകുമാർ സെക്രട്ടറി, സാക് വാച്ചച്ചിറ ട്രഷറർ, ലിൻഡ തരകൻ വൈസ് പ്രസിഡൻറ്റ്, തോമസ് ഈപ്പൻ ജോയിൻറ്റ് സെക്രട്ടറി, പിന്നെ ഞങ്ങളുടെ എല്ലാം ജോർജ് ഏട്ടൻ, ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് സജീവ് ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ടായിരുന്നതാണ്. അന്ന് 2011 ഞങ്ങൾ ഗാമയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് മാസത്തിലൊരിക്കലെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു ഫാമിലിയായിട്ട് കൂടണമെന്നുള്ള ആശയം വരികയും ഞങ്ങൾ ആ വർഷം മുഴുവൻ അങ്ങനെ കൂടുകയും അന്ന് എല്ലാ പരിപാടിയിലും വന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മച്ചി. അമ്മച്ചിയുടെ എപ്പോഴുമുള്ള പുഞ്ചിരിയാണ് നമുക്ക് എല്ലാവർക്കും അമ്മച്ചിയെപ്പറ്റി ഓർക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത്. അനുവിനും ബിന്ദുവിനും പല്ലവിക്കും ആവണിക്കും ഞങ്ങളുടെ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
ഹലോ, എൻ്റെ പേര് സജി. ഇത് ജോബി. ഞാനും അനുവായിട്ട് ഞങ്ങൾ ന്യൂയോർക്ക് പോലുള്ള ബന്ധമാണ്. എല്ലാ ദിവസവും ഞങ്ങൾ കോളേജ് വെച്ചാണ് ആദ്യമായിട്ട് അനുവിനെ പരിചയപ്പെടുന്നത്, മനാട്ടൻ കമ്മ്യൂണിറ്റി കോളേജ് വെച്ച്. അന്ന് മുതലുള്ള സുഹൃത്ത് ബന്ധം ന്യൂയോർക്കിൽ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അന്ന് അനുവും അമ്മയും അവരെല്ലാവരും ബ്രോൺസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളത് ക്യൂൻസിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അനുവും ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ക്യൂൻസിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എല്ലാ ദിവസവും എവരുടെ വൈകുന്നേരം അമ്മയെന്ന് കാണും. അനുവിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്, പക്ഷേ അമ്മയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെല്ലുന്നത്. അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മിക്കവാറും ഉപ്പേരിയാണ്. ഞങ്ങൾ നേരെ ചെല്ലുമ്പോൾ ഞാനും ജോബിയോട് ചെല്ലും. കയറി ചെന്ന് അടുക്കളയിൽ നിന്ന് ആ ജാറ് കൊടുത്തോട്ട് ഞങ്ങൾ അനുവിൻ്റെ വീട്ടിൽ 3rd ഫ്ലോറിലെ മുറിയിലേക്ക് പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം അവിടെ തുടങ്ങി. അത് കഴിഞ്ഞ് 2001 മുതൽ ഞാൻ, അനു, ജോബി ഞങ്ങൾ 3 പേരുടെ നമുക്ക് ന്യൂയോർക്ക് വിടണം, വേറൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു അറ്റ്ലാന്റ. ഞങ്ങൾ 3 പേരും വരും ഇതിലേ വന്നു. പിന്നെ ഞങ്ങളോടൊപ്പം വേറെ 1-2 സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ഫൈനലി വന്നപ്പോൾ ഞങ്ങൾ 3 പേരുമാണ് എന്നാൽ അറ്റ്ലാന്റയ്ക്ക് മൂവ് ചെയ്യാം. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അനു വന്നപ്പോഴേ തന്നെ ആദ്യമേ ഇവിടെ ഒന്ന് സെറ്റിലായി. വന്നപ്പോഴൊരു വീട് വാങ്ങിച്ചു, വന്ന് സെറ്റിലായി. പിന്നെ ഞാനും ജോബിയും അനുവിനെ കാണാൻ വരും. അത് കഴിഞ്ഞ് പുറകെ ജോബിയും ഫാമിലിയും സെറ്റിലായി. ഞാൻ അന്നേരം ന്യൂയോർക്കിലാണ്. അന്നേരം പിന്നെ ഞാൻ ജോബിയെ അനുവിനെ കാണാൻ വേണ്ടി ഞാനും വരുന്നു. ഇവിടെ അറ്റ്ലാന്റയ്ക്ക് വന്നു. അപ്പോൾ ഞങ്ങളതിങ്ങനെ ഒന്നുകൂടെ ബിസിനസ് പർപ്പസൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അവസാനം വന്നു കഴിയുമ്പം ഞങ്ങൾക്കും ജോബിക്കും ബിസിനസ് സെറ്റിലായി. അപ്പോൾ ഞങ്ങൾ നേരെ ഫ്ലോറിഡയ്ക്ക് മൂവ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ടാമ്പയിലാണ്. അപ്പോൾ എന്നും അതിനിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വരികയും മിക്കവാറുമൊക്കെ അനുവിനെ കാണും, അമ്മേനെയൊക്കെ കാണുമായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങളെന്നും ഞങ്ങൾ ഫോൺ കോൺടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അനുവിനും ബിന്ദുവിനും എല്ലാവർക്കും ഞങ്ങളുടെ ആയിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. സജി പറഞ്ഞതുപോലെ 1991 ന്യൂയോർക്കിൽ വെച്ച് പരിചയപ്പെട്ടാണ്. അന്ന് ഞങ്ങൾ 3 പേരും കോളേജിലായിരുന്നു. പിന്നെ ബ്രോൺസിലാണ് അന്ന് അതിന് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ബ്രോൺസിലെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ പോകുമ്പോൾ അമ്മയോടെ എപ്പോഴും കാണാമായിരുന്നു. അമ്മയെ ജോലി കൊണ്ടേയാക്കാൻ നേരത്ത് ചിലപ്പോൾ ഞങ്ങളും അനുവിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അമ്മ എന്തിനോ പറയും, നിങ്ങൾ കഴിച്ചിട്ട് പോകണമെന്ന് പറയും. പിന്നെ അതിനുശേഷം ക്യൂൻസിലേക്ക് മൂവ് ചെയ്തു. പിന്നീട് ഒരുമിച്ച് അറ്റ്ലാന്റയ്ക്ക് മൂവ് ചെയ്തു. ഞാൻ 10 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാനും ഫ്ലോറിഡയ്ക്ക് പോകുന്നത്. പിന്നീടാണെങ്കിലും ഇപ്പോഴും ഞങ്ങൾ എല്ലാ വർഷത്തിൽ 1-2 പ്രാവശ്യം ഞങ്ങൾ കാണാറുണ്ട്, എവിടെയെങ്കിലും മീറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ വരുമ്പോൾ എല്ലാം അമ്മയെ കാണാറുണ്ടായിരുന്നു. അമ്മ എപ്പോഴും ഈ പറഞ്ഞവരെയാണ് അനുവിനോട് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളെപ്പറ്റിയും ചോദിക്കുന്നത്. എപ്പോഴും അമ്മ ഞങ്ങളെപ്പറ്റി ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. താങ്ക് യു. First of all, thank you everyone for coming and showing the last respect for Mama. I don't have anything written down. I don't have a speech ready. I'm just going to, if I prepare anything, I know I'm going to choke up. And one of the 2 main things my mother always told me was be nice to everyone. And the second thing is don't make a fool out of yourself. So I'm not going to come here and try to embarrass myself by crying. But I don't know how I'm going to finish this without crying or about choke up in between. My mother, I was lucky. I am lucky that I spent my whole 51 years of my life with my mother.
there's not a lot of people in our friend circle, that people that I know had the opportunity because you live in this country. The parents are back in India or something. I had the opportunity to do that. When we decided to move from New York in 2001, my mother said, okay, I'm putting my retirement. I've worked enough. I'm moving with you guys. I'm coming. So for the last 22 years, my mother was a fixture in the house. Every time we left the house, she was there. Every time we came back, she was there. It doesn't matter what time of the night that we came. Because knowing us, people who know us, we stay out late. And if we come back home at 2 o'clock or 3 o'clock in the morning, my mother will be still up. She'd be in her bed, but she would not go to sleep until we come back. And we will get phone calls in between. The phone calls, once my daughters got old enough to get their phones and cell phones, instead of calling me, she will call them to find out if everybody's okay or where everybody is. Those of you who know my mother knows how meticulous she is. The way that she dresses, whether it's a party or when she was working, everything got to match. If it's a uniform, it's got to be creased up. There's got to be no wrinkles, just like she's dressed up right now. Everything's got to match. No excuses for it. The shoe got to match with the socks, the socks got to match with the pants and the blouse, and the hair pin has to be the same color. I am just celebrating my mother's life. There's a lot of fun stories, there's a lot of stories, there's the memories. Going back to what Saji and Joby were saying, they skipped a lot of things in between. Saji Joby said, if I'm not available to pick up or drop my mother off at work, they got voluntold to do that. They were the ones who were picking up or dropping her. And Saji in our group was the crazy driver. And it was all mentored to അവനെ കൊണ്ട് എന്നെ വണ്ടി എന്നെ മര്യാദ കൊണ്ട് ഓടിക്കാൻ പറഞ്ഞു. So he was very careful after that driving it. All my friends, people who knows that I have no problem finding friends, making friends. And just like it in Atlanta, it was the same thing back in Atlanta. Oh, back in New York, I had plenty of friends. And every one of my friends know my mother. And that's one of the things that I learned from my mother is friendship. My mother, those of you who heard the speeches at first, my mother came to the U.S. because of friends. One of her friends sponsored her. She came in with a pack of 3. The best friends, they worked together. They bounced around between Toronto Medical College, Alapi Medical College, Kollam Government, Pathanamthitta Government. They bounce around. If one gets transferred, the other one will make sure they get transferred to the same place. And they bounce around, and they did the same thing coming to the U.S. Came in, stayed in the same apartment with all of them. All of them stayed together. My mother always tells me, I came to this country with $7. That's all I had. All lived in one apartment. We grew up as one family. Monica Andy, Sarah Mandy, Mandy. 3 mothers. We all had kids. They all had kids. All our kids. We were all best friends. We grew up together. We grew up as brothers and sisters. Still do. Still talk. My mother calls them every day. My mother has a schedule. When she wakes up in the morning, nobody bothers her because the first 2 hours is praying. Then the first phone call at 8 o'clock is to her sister.
There's no phone calls or no interruptions got to be happening at that time. She would not even drink a cup of coffee without even talking to her sister. And they talk. Once that is done, the next step is the TV. First thing is Weather Channel. Got to watch the Weather Channel. Then got to catch up with the local news, CNN. Somebody said something about CNN. She gets the news from CNN. Once that is done, then flip over to the Malayalam channels, and she watches every Malayalam channel. Get the inside scoop. About 10 o'clock, first call to Jersey. Got to talk to Monica Andy. That's the time slot. And throughout the day, phone calls keep going. And she has so many people that she talks to. And she keeps that friendship. Everybody that she worked with, her old co-workers, her friends, if you met her one time, she's going to call you. You got a phone number, she's going to call you. Another thing about my mother had a sharp memory. She would be 90 years old next month. Still don't have a phone book, don't have a number written on it. You gave her a number, she will memorize that number. She knows that number by heart. She knows everybody's number. She tried to be tech savvy. She's on Facebook. If you're friends with her, you post something, she's going to comment on it. 89, didn't matter. She wanted to learn. She tried to figure out stuff, but all of that comes from the grandkids because they will sit left and right and teach her how to do Facebook, how to comment, how to do the emojis, and she will do that. Once we met and made friends in Atlanta, where all the Magma boys came in, that was one family. There's not a thing that happens. We have two sets of family groups. We have a Gwinnett set of friends that we made up, and we have a Forsyth County friends. So when we all meet up, it's family time. And Amma is in the middle of it. And they all made sure that Amma was part of that. Because a lot of things they will talk, Amma will sit in the front, Amma will be in the middle, Amma will find conversations for her. And they will make sure that she's being entertained. And she will go in the rounds with everybody, checking everybody's family. You're not talking about just family, friends, or like she knows all the extended families. Especially when it comes to Sarah Mandy, Monica Andy. You're talking about deep in the family. They know she knows everybody. And for me, my mother was phone calls. She will call for everything. She will call me for everything as throughout getting to the end. She refused to. One thing that my mother didn't want is she did not want any help from me. It's not because she didn't want the help from me. It's because she was embarrassed. And she did not want to burden me for anything. She does not want it to be a burden for anybody. That was her life. She was a strong, independent, dignified person. She refused to get help. She refused to ask for help. She wants to do everything by herself. It made it hard for her when she started losing her mobility and went to the walking stick. And we keep telling her, you need to lose it. We're going to get you a walker. No. She was too embarrassed for that. She was too proud for that. Finally, we got her on a walker. She would use that walker. And in return, if we have any get-togethers, any parties, anywhere we go, my mother does not want anybody to see her like that, so she refused to leave the house. She didn't want nobody to see her like that.
if anybody is coming, if we get ready or if even if we were just cleaning the house, and it was like, who's coming? We have a party going on? I was like, no, if there's a party going on, she want to make sure that she's dressed up and get ready for everybody. And the friends that I brought in, my friends, every one of them was a kid. Amma is so blessed up. Amma has so many kids. Every one of our Magma family, every one of them, Amma was everybody's mother. And I was going through her phone the other day, and I was so surprised that she had everybody's phone number, all my friends' numbers. I was like, oh, how she will call everybody. The phone calls is what I will go to miss. Towards the end, when she was getting towards the end, we decided it's best for her that since she thinks that we are giving her a hard time, we'll hire somebody to take care of her. And we had a home nurse coming in and take care of her. When the home nurse comes in, then she would pick up the phone and call me instead of asking her for something. So the nurse got tired of it and was like, when I come home, you leave. So as soon as she comes in at 8 o'clock in the morning, I got to leave, or I got to get up, and I got to disappear because she would not ask her. She will skip her and call me for stuff. There's a lot of things that I learned once she got sick, and she was not sick because my mother was doing good until she did everything independently until December 6th when she had a fall. That's when the downfall started. One thing I'll learn about, it's not that I just learned it, it's because we as a family, my kids, my wife, that so much that we did, we didn't know we could do that. Because when she was to a point where she was bedridden, when we do have to go to work, when I'm home, she would not call me. Even if I'm sitting right there, she would not call me for any help or if she needed anything. She will wait until Pallavi gets off meetings or whenever she gets a break. Her go-to person is Pallavi. Her everything was Pallavi. Pallavi replaced me somehow. Somewhere a little, not a whole, but she did. I also learned that we brought up 2 kids that had a lot of heart and helpful mentalities and care and love. Because when I saw my kids taking care of my mother, changing her diaper, taking her to the bathroom, giving her a shower, cleaning her up, changing her clothes, we know we did good. You guys were amazing. For a 21-year-old and a 14-year-old to do what you guys did. Never expected my kids to take my mother, roll her to a wheelchair, take her in the bathroom, lift her up, put her in a chair, and give her a shower, clean her up. Never expected that, but I saw it, and I was like, okay. My mother was
to the end, my mother was so ready to go. My mother was ready to go. My mother was, she did her everything. She completed her chores. She was just ready. And the last day before she got moved from the hospital, while we were sitting over there, she lost her ability to talk and swallow after the stroke that she had on last Monday. When I was sitting over there waiting with her, she will take her right hand and just do this. And I thought she was asking for water, so I called Bindu and I was like, yeah, she's doing that. She was like, okay, give her, put some water on a paper towel and just put it on her lap. I did that one time, and the second time I did it, she refused it, would not do it. Bindu came in and Bindu did the same thing. And we were waiting for transport to come in and pick her up and so I could take her to hospice. Right before hospice came, it's when we found out that what she was doing was, she wasn't trying to ask for water. What she was doing was, she was trying to get rid of the oxygen that was stuck in her nose. Somehow she managed, after a whole day's of work, she took the oxygen out right before her. So when the nurse came in, it was like, who took the oxygen out? And we're like, she did. So they stuck, so in transport there was no oxygen. When they transported her back to hospice, the first thing they did was they put the oxygen back on her nose. And the very first thing that she did was took the oxygen out. So that tells us that she didn't want nothing. She didn't want no help. She didn't want no oxygen. She was ready to go. She did my job. She just let me go. We were blessed at the last minute. We were there for her until the last breath was gone. Friday night, it was Shivratri, and Amma's favorite god is Shiva. So we were there beside her bed. Bindu stayed, opened up YouTube, and played Om Namah Shivaya, and gave her the water. Had a little tippy water, and we all gave her the water, listened to her, hold her phone in her hand. And while I was doing that, while Om Namah Shivaya was playing, she took her last breath. She was gone. So she did. She completed her whole journey, and she went in peace. My mother never wanted to be a liability. She never became a liability for nobody. And she was lived the life that she wanted, didn't want to depend on anybody for anything, did not depend on anything, not even oxygen. She went with peace. And I am so thankful that I was born as her son, and I got to live my whole entire life with her. And before I close out, I want to thank my friends, my guys, my boys. Every single thing in the last 24 hours, last 48 hours, all I did was send a message on our group chat, said, my mother's gone. And the pouring in of the support, and they just took over from there. We didn't do nothing. Everything that you see over here for funeral, every single thing was done by my friends. Even the transportation. I said, we all want to be there, we all want to travel together. We're going to come here together. I learned that from my mother. Friendship. Friends are everything. And I have a whole set of good friends. And I thank you all for being for us.
being there and being part of my family. You guys are family. Thank you. Thank you all for coming and being supporting us. Amma was not just my mother. I couldn't take care of my mom, but she gave me a chance, an opportunity to take care of a person who I love. We have fights. I'm her mother. She's my mother-in-law, and I'm her daughter-in-law. I mean, we have fights. At some point, we don't like each other. Next minute, we love each other. And she wanted to tell me things about what happening on Asianet News that day. And I'm like, Amma, why stop being negative. It's okay. Things will happen in the world. People die. Kids die. Elderlies die. Young people die. Older people die. It's just, that's the way it is. But you don't have to be sitting down and crying for that. But that's not her. She was like, oh my God, ആ കുഞ്ഞ് വെള്ളത്തിൽ വീണു. ആ കുഞ്ഞ് എത്രമാത്രം കഷ്ടപ്പെട്ടു കാണും. അതിൻ്റെ അമ്മയും അച്ഛനും എവിടെയായിരുന്നു? I mean, she would worry about every single child. I think every single child, everything what happens in the world. She even worried about the Palestine war. She was thinking about, like, she's concerned about the kids. I think the most loving people, like, I think she loves the most in the kids in the world. She's concerned about every single kid. And same like her favorite people are her grandchildren, Pallavi and Avani. And second only comes Anu. And of course, I'm the third. I expect that. I don't have any problem with that. That's the way it's supposed to be. That's the way it is. I like my mom most. Amma is the second one. That's the way it is. But as I said, I did not get a chance to take care of my mother, but she gave me a chance, and I'm very thankful. And she is one of the person, a woman, who will live and die in dignity. She would not want anyone helping her and anyone bothering about her, and she wanted to do that. And she lived and she raised her son by herself. Her husband passed away a long time ago. She never remarried. She was like living for him only, and also for his family back in India and her friends. That is what that's what her world. And she did by herself with a very strong personality. Very strong personality means it is very strong. She would not bend. She has made a decision, that is what her decision. It is what world fall apart, sky falls down, it doesn't matter. She will stand on it. And she has opinion for every single thing. Even for Biden, even for Trump, she has opinion about it. She even have a concern about the coming election. She would say that. She was very up to date. I'm not up to date on it, but she is up to date on every single thing that is happening around the world. And I think every woman should be like that way. She was a woman of pride. And I am so glad that I am her daughter-in-law. And as I said, we fought, we loved. And I think we fought through the love. And I will miss her a lot. But I'm so glad she's not suffering and she's not in pain. She had very bad rheumatoid arthritis, which she had it. When I'm looking at the pictures, all very old pictures, when I zoom it and look through her bones, and then I could see the notes. I was like, oh my gosh, she did have it that time. And she lived through it. She never complained. Rheumatoid arthritis is such a painful, crippling disease. She never complained of it. And she always said that it is the snow that I experienced back in New York when I would work. That is what she always say. But she never, but through that pain,
She was the one who lived with that pain with the Tylenol 500 milligrams. She would not take anything more than that. And then I say that, Amma, why are you suffering? Why are you in pain? You take something more. And she was like, no, I don't want it. And then I tell her that, you take 200 milligrams of ibuprofen, that's a baby dose, take something more. And then she was like, no, I don't want GI bleed. That's what she says. She will make sure that she was such a strong, she has a very high pain tolerance. Sometimes I feel like she doesn't, but the way she takes pain medications, that high pain she'd only take. Her knees were very much affected with the arthritis, but she never showed anything. But she will make sure that she only take that Tylenol one-time dose. That's the only thing she would take. I would have taken, oh my gosh, I can't even believe it. But she was very strong. Her pain tolerance was high. She would make sure that she goes to, her biggest thing is the sink. She would not want to have 1 teaspoon in the sink. To me, I go to the sink at the last minute. But she was like, we always fight for that. We were like, Amma, just leave it alone. We'll do it. It won't get bad. She was like, no, she will make sure that the sink is clean, the kitchen is clean. And I will miss it. I'll miss, and then the sink will be so overflowing. She's not there. Yeah, and thank you all for coming and showing us love and support and being in these hard moments, giving us some love. Thank you. It's almost time for us to adjourn, but we'll end it with a prayer. So I would request everybody to stand up and fold your hands. Namaste Jagathatri Sadbrahma Rupe Namaste Harupendra Dhatradi Vande Namaste Prabanneshta Danaikadakshe Namaste Mahalakshmi Kolapureshi Vidhikritti Vasa Harir Vishwamethat Sujatyati Pati Diyatat Prasiddham Kripalokana Devade Shakti Rupe Namaste Mahalakshmi Kolapureshi Tvaya Mayaya Vyaptametat Samastam Stidam Lilaya Devi Tushmi Vishwam Stitam Buddhi Rupena Sarvatra Jantam Namaste Mahalakshmi Kolapureshi Namaskaram. Yeah, we're done with the official, the planned ceremony, so whoever wants to view can do that, and have a great evening. Rest of you.
ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഒരു റൂമുണ്ട്. അവിടെ സ്നാക്സ് വെച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോയാൽ മതി. ദയവ് ചെയ്ത് ഓൾ ദ വേ ടു ദ ബാക്കിലാണത്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബതമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനിൽ നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമ. ഹരിനാമകീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്യുക ഭൂസുരരും. നരനായി ജനിച്ചുടനെ മരണം ഭവിപ്പളവും ഉരജൈവതിന്നരുൾക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വൽഭക്തിവർദ്ധനം ഉദിക്കേണമെൻ മനസ്സി നിത്യം തോഴായി വരിക നാരായണായ നമ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ
പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത പരക്കിച്ചിപ്പവർ കുഷടാധാരം കടന്നു പരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദമുരു നാരായണായ നമഃ. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിടും അന്നവനു നാരായണായ നമഃ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിതഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാത്തു കാണുമളവം പോരുഹാക്ഷതുണ നാരായണായ നമഃ. നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്ക എന്നടിമ നാരായണായ നമഃ. മൽപ്രാണനും പരനുമുന്നിന്നുറപ്പവനു തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടാലുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. അൻപേണമെൻ മനസി ശ്രീനീലകണ്ഠഗുരു അംഭോരുഹാക്ഷമിഹ വാഴ്ത്തുന്നു ഞാൻ. അതിനു 54 ഓരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർത്തു ഹരി നാരായണായ നമഃ. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിൽ ഓരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾക നാരായണായ നമഃ. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദിദേവകളും അർക്കേന്ദുവന്നികളോടൊക്കും ത്രിമൂർത്തികളും അഗ്രേ വിരാട് പുരുഷ നിന്മൂലമക്ഷരവുമോർക്കായി വരേണമിക നാരായണായ നമഃ. ഈ വന്ന മോഹമകലെ പോവതിന്നു പുനരീവണ്ണമുള്ളൊരുപദേശങ്ങൾ ഇല്ലുലകിൽ ജീവന്നു കൃഷ്ണ ഹരിഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമഃ. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളോ
ഹരിനാരായണായ നമഃ. ഋതുവായ പെണ്ണിനുമിരപ്പന്നു ദാഹകനും പതി തന്നുമഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തന ഇതൊരു നാളുമാർക്കും ഉടനരുതാത്തതല്ല. ഹരിനാരായണായ നമ. റൗഘോഷനെന്നു ചില ഭാഷിക്കിലും ചിലർ കളിപ്പാവയെന്നു പറയുന്നാകിലും മനസ്സിൽ ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക. ഹരിനാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നുസ്മാരി ചേർത്തൊരു പൊരുത്തം നീനക്കിലുമിതജിതന്റെ നാമഗുണം അതിനിങ്ങു വേണ്ടു ദൃഢം. ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല. ഹരി നാരായണായ നമ. ലൂകാരമാതി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോടു ഏകാന്ത ഭക്തിയകമേ വന്നുദിപ്പതിനു വൈകുന്നതെന്തു. ഹരിനാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നിതിൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ. ഹരി നാരായണായ നമ. അയ്യഞ്ചു മഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ എൺമൂന്നുമേഴുമധ ചൊവ്വോടൊരഞ്ചുമപി രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ജയ നാരായണായ നമ. ഓതുന്നു ഗീതകളിതെല്ലാം ഇതിന്നു പൊരുളേതെന്നു കാൺമതിനു പോരാമ. ഔദുംബരത്തിൽ മശകത്തിന്നു തോന്നും ഇതിൽ മീതേ കദാപി സുഖമില്ലെന്നിതൽ പരിചു ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ അംഭോജസംഭവനുമൻപോടു നീന്തിവത സമ്മോഹവാരിധി
നാരായണായ നമഃ. അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ മുൽപുക്കു ചെന്നത് തടുത്തോരു നാൽവരെയും ഇപ്പോലെ നൗമിഹരി നാരായണായ നമഃ. കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്ത്യേന നീബത ശപിപ്പിച്ചതെന്തിനതു നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരി നാരായണായ നമഃ. ഖട്വാംഗനെന്ന ധരണീശന്നു കാണൊരു മുഹൂർത്തേന് നീ ഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമഃ. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. അവ്വാരിധവും ദഹനബാണം തൊടുത്തതു തെളിപ്പിപ്പതിന്നു മതി നാരായണായ നമഃ. കർമാതപം കുളിർനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നി പിരിഞ്ഞളവു തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണായ നമഃ. ഗാനം കണക്കെയുള്ള വഞ്ചക്ഷരത്തിനു ഇതൂനം വരുത്തിയൊരു നക്തഞ്ജരിക്കുബദ പൂന്നോരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതും പൂന്നോരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലയാളു ഹരി നാരായണായ നമഃ. ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കി ഉടനിന്ദ്രാത്മജന്നുയുധി തേർപ്പൂട്ടി നീ അജിത ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഒരിന്ദ്രാത്മജം ഹഹ നാരായണായ നമഃ നാരായണായ നമഃ. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമ ആർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികളെന്നത്രേ തോന്നി മമ നാരായണായ നമഃ. ജന്തുക്കളുള്ളിൽ വിലസിടുന്നു പാർക്കിലിഹ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം. തന്തും മണിപ്രകരഭേദങ്ങൾ പോലെ പരം
നാരായണായ നമഃ. ഝങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലും ഇതോതുന്ന ഗീതികളിലും പാൽപയോധിയിലും ആകാശവീഥിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപജയ നാരായണായ നമഃ. ഞാനെന്നും ഈശ്വരനിതെന്നും പിളർന്നളവു ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന്നുമിഹ മോഹം നിമിത്തമതു പോകും പ്രകാരമപി ചേതസ്സിലാഗമമ നാരായണായ നമഃ. ടങ്കം കുരങ്കവുമെടുത്തിട്ടു പാതിയുടൽ ശംഖും രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവ ഹി രൂപം നിനപ്പവനു പോകുന്നു മോഹമതു നാരായണായ നമഃ. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരമേകാക്ഷരത്തിൽ ഇതടങ്ങുന്നു സർവവുമിതാകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. ഡംഭാദിദോഷമുടൻ എട്ടും കളഞ്ഞു ഹൃദേ മുമ്പേ നിജാസന നത്വം വരും പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കിലും ഇതില്ലെങ്കിലും കിമപി